റഷ്യയുടെ കപ്പലിനെ അമേരിക്ക പിടിച്ചെടുത്ത വാർത്ത വലിയൊരു വിഷയമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മാറിയിരുന്നു. എന്നാൽ ഇതിനിടെ റഷ്യ ഉക്രൈൻ പ്രശ്നത്തിൽ ഒരുപാട് അപ്ഡേറ്റ് സംഭവിച്ചു. പ്രധാനമായും പറയണമെങ്കിൽ ഓഷ്യാനിക് മിസൈൽ ഉപയോഗിച്ചത് വളരെ വലിയൊരു എസ്കലേഷനായി കരുതപ്പെടുന്ന ഈ ഒരു സമയത്ത് അതിനും അപ്പുറം ചില കാര്യങ്ങൾ റഷ്യ ചെയ്തിട്ടുണ്ട്. ഇന്നലെ നടന്ന ഈ മിസൈൽ അറ്റാക്കിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഓഷ്യാനിക് മിസൈൽ ലോഞ്ച്. എന്നാൽ അതിനും അപ്പുറം ഒരുപാട് ഇടങ്ങളിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയപ്പെടുന്നത് തുർക്കിയുടെ 2 കാർഗോ കപ്പലുകൾ, ഇങ്ങനെയാണ് വാർത്ത വന്നത്. എന്നാൽ ആ കപ്പലിന്റെ ഐഡന്റിറ്റി ഉക്രൈൻ പുറത്തുവിട്ടിട്ടില്ല. ഈ 2 കപ്പലുകളെയും റഷ്യ ആക്രമിച്ചു. ഇങ്ങനെ ആക്രമിച്ചതിൽ അതിലെ ഒരു കപ്പലിലുണ്ടായിരുന്ന സിറിയയിലുള്ള ഒരു ജീവനക്കാരൻ മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നു. ഇതേ സമയം പാരലായി ട്രംപ് ഒരു കാര്യം പറഞ്ഞു. പുടിൻ ഭയപ്പെടുന്നത് അമേരിക്കയെ കണ്ട് മാത്രമാണ്, അല്ലാതെ യൂറോപ്പിനെ കണ്ട് പുടിന് ഭയമേ ഇല്ല. വെനിസുലയ്ക്കുള്ളിലേക്ക് കടന്ന് മദുരോ ഞങ്ങൾ പിടിച്ചെടുത്തതുപോലെ ഭാവിയിൽ ഒരു പക്ഷേ പുടിനെ പിടിച്ചെടുക്കുന്നതിനും ഒരു സൈനിക നടപടി ആവശ്യം വരില്ല എന്ന് ട്രംപ് ഒരു കാര്യം പറഞ്ഞു. റഷ്യ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞുകാലം ഇപ്പോൾ വളരെ ഹൈപ്പിലാണുള്ളത്. അത്രത്തോളം തണുപ്പ് അവിടെയുണ്ട്. ഇതിൽ റഷ്യ അവസാനം നടത്തിയ ആക്രമണത്തിൽ മാത്രം 6 ലക്ഷത്തിലധികം വീടുകളിൽ ശരിയായ ഗ്യാസ് ഫെസിലിറ്റി ഇല്ലാതെ, അവർക്ക് ആവശ്യമായ ഹീറ്റിംഗ് സോഴ്സ് ഇല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പണ്ടുകാലത്ത് വിറകുകളും ചിമ്നിയൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗ്യാസ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ആ ഗ്യാസ് സപ്ലൈ ലൈൻസ് കട്ടായതുകൊണ്ട് തന്നെ 6 ലക്ഷത്തിലധികം വീടുകളിൽ വെസ്റ്റേൺ ഉക്രൈനിൽ മാത്രമാണ് ഇത്രയേറെ പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഗ്യാസ് ഫെസിലിറ്റി ആക്രമിച്ചതിന് ശേഷം ഒരുപാട് ന്യൂസ് പുറത്തു വന്നു. ഈ ഗ്യാസ് സ്റ്റോറേജ് എന്നത് ഇതിനകം തന്നെ ഉണ്ടായിരുന്ന ഈ നാച്ചുറൽ റിസർവ് എല്ലാം തീർന്നതിന് ശേഷം ആർട്ടിഫിഷ്യലായി റെഡിയാക്കുകയും അതിനെ ഒരു സ്റ്റോറേജ് സൈറ്റായി ഉപയോഗിച്ചു. അതിലുള്ളൊരു മാക്സിമം കപ്പാസിറ്റി 17 മില്യൺ ക്യൂബിക് മീറ്റർ ആണ്. അതായത് മാക്സിമം ഇത്രയും അതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിയുമെന്ന കണക്കാണ്. എന്നാൽ അതിൽ വളരെ കുറവ്, ഒരു 3%, 5% മാത്രമാണ് ഉക്രൈൻ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിലും അവിടെ ഉണ്ടായൊരു പ്രശ്നം കാരണം ഈ 6 ലക്ഷം വീടുകൾക്ക് ആവശ്യമായ ഹീറ്റിംഗ് സോഴ്സ്, ഗ്യാസ് സപ്ലൈ റഷ്യ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായും വലിയൊരു മോശം കാര്യം തന്നെയാണ്. -15 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ കറണ്ട് ഇല്ലാതിരുന്നാൽ പോലും നിങ്ങൾക്ക് അവിടെ ഒന്നും മാനേജ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ആവശ്യമായ ഗ്യാസ് സപ്ലൈ ലഭിച്ചില്ല, അവർക്ക് ആവശ്യമായ ഈ പ്രധാനപ്പെട്ട വസ്തുക്കൾ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, എസെൻഷ്യൽ നീഡായിട്ടുള്ള ഹീറ്റിംഗ് സോഴ്സസ് ഒക്കെ തടസ്സപ്പെടുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും. ഉക്രൈനും ഇതിന് തിരിച്ചടിച്ചിട്ടുണ്ട്. ബെൽഗ്രേഡ് പ്രദേശത്ത് ഇന്നലെ ഉക്രൈൻ്റെ ഡ്രോൺ മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഇതിൽ മിനിമം 60,000 വ്യക്തികളെങ്കിലും ഇലക്ട്രിസിറ്റി ഇല്ലാതെയും ഗ്യാസ് കണക്ഷൻ കട്ടായതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. വീണ്ടും വ്യക്തമായ ഒരു കാര്യം പറയാം, റഷ്യയുടെ പക്കൽ ഒരുപാട് ബാക്കപ്പ് ഉണ്ട്. കൂടാതെ സൈസ് വൈസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ റഷ്യയുടെ പക്കലുള്ള എല്ലാ എനർജി റിസോഴ്സും അവരെ കൊണ്ട് യൂസ് ചെയ്യാൻ കഴിയും. എന്നാൽ ഉക്രൈൻ്റെ അവസ്ഥ അതുപോലെയല്ല. അവർക്ക് വളരെ ലിമിറ്റഡ് സോഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഒരേ ഒരു സ്ട്രൈക്കിൽ നിങ്ങൾ ഈ 6 ലക്ഷം വീടുകൾക്ക് ആവശ്യമായ പവർ സപ്ലൈ കട്ട് ചെയ്തിട്ടുണ്ട്, 6 ലക്ഷം വീടുകൾക്ക് ആവശ്യമായ ഗ്യാസ് സപ്ലൈ കട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ ബുദ്ധിമുട്ടുന്നത്, ബാധിക്കപ്പെടാൻ പോകുന്നത് ഉക്രൈൻ തന്നെയാണ്. ഇവയ്ക്കെല്ലാം കാരണം ഇന്നലെ റഷ്യ നടത്തിയ ഒരു ആക്രമണമാണ്. മൊത്തം 2 ഘട്ടമായി ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ 250-ലധികം ഡ്രോണുകൾ, 13-ലധികം ബാലിസ്റ്റിക് മിസൈൽ, ഒരു ഓഷ്യാനിക് മിസൈൽ, ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് വേവ് ഓഫ് അറ്റാക്ക്. ഇതായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ 2ാം ഘട്ട ആക്രമണത്തിൽ മൊത്തം ഇതെല്ലാം നടന്ന് അവസാനിക്കുമ്പോൾ 450-ലധികം ഡ്രോണുകൾ, 18-ലധികം ബാലിസ്റ്റിക് മിസൈൽസ്, ഇസ്കാന്ദർ മിസൈൽസ്, പിന്നെ ഈ ഒരു ഓഷ്യാനിക് മിസൈൽ. അതായത് 2ാം ഘട്ട ആക്രമണത്തിൽ വീണ്ടും 5-ൽ കൂടുതൽ മിസൈൽസ് അയച്ചിട്ടുണ്ട്. ഇത് ഒഡീസ പോർട്ടിൽ അതിന്റെ ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഒഡീസ പോർട്ട് വീണ്ടും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരിടമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞുകാലമാണ്. ഈ മഞ്ഞുകാലത്തിൽ ഇതിനകം അവരുടെ പക്കലുള്ള കൃഷി വസ്തുക്കളുടെ സ്റ്റോറേജ് കുറവാണ്. ഇത് കാരണം മറ്റ് പുറം രാജ്യങ്ങളിൽ നിന്നും അവർ ഒരുപാട് വസ്തുക്കൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും പറയുകയാണെങ്കിൽ അവരുടെ ഈ സൂര്യകാന്തി എണ്ണ, അവർക്ക് ആവശ്യമായ ഗോതമ്പ്, ഇവയൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഉക്രൈൻ്റെ കൃഷിയിടങ്ങളിൽ ഇപ്പോൾ പ്രൊഡക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. 2023-ൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായി, അത് മാർക്കറ്റിന് പുറത്തേക്ക് പോലും പോകാൻ കഴിഞ്ഞില്ല. പോളണ്ടിനുള്ളിലേക്ക് അയച്ചപ്പോൾ പോളണ്ടിലുള്ള കൃഷിക്കാർ സർക്കാരിനെതിരെ തന്നെ പ്രതിഷേധം ആരംഭിച്ചു. ഞങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ വാങ്ങുന്നതിന് പകരം തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നും നിങ്ങൾ അത് വാങ്ങുന്നു, അതിനെ നിങ്ങൾ മാർക്കറ്റിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ 10 രൂപയ്ക്ക് എന്നിൽ നിന്ന് വാങ്ങേണ്ട സാധനം നിങ്ങൾ 5 രൂപയ്ക്ക് വാങ്ങുന്നു. എന്നാൽ പകരം മറ്റ് രാജ്യങ്ങളിൽ നിന്നും വളരെ വില കുറച്ച് വാങ്ങുകയും അത് കൂടുതൽ വിലയ്ക്ക് ഇവിടെ നിങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെ പോളണ്ടിനുള്ളിൽ ഒരുപാട് പ്രശ്നം വന്നു. അതുകൊണ്ട് തന്നെ പോളണ്ട് അവരുടെ ഗ്രെയിൻ ഇമ്പോർട്ട് അവസാനിപ്പിച്ചു, ഉക്രൈൻ്റെ പക്കൽ നിന്ന് വാങ്ങുന്നത് അവസാനിപ്പിച്ചു.
അങ്ങനെ ഉക്രൈനിലെ കൃഷിക്കാർ 2024 മുതൽ 60% അവരുടെ പ്രൊഡക്ഷൻ കുറച്ചു. ആ ഒരു കാരണത്തിൽ അവിടെ ഭക്ഷ്യക്ഷാമം ഉണ്ടായി, പുറത്തു നിന്ന് വാങ്ങേണ്ട ഒരവസ്ഥയുണ്ടായി. അങ്ങനെ വാങ്ങുന്ന കപ്പലുകൾക്ക് നേരെ റഷ്യ ഇപ്പോൾ ആക്രമണം നടത്തുന്നതായി ഉക്രൈൻ പറയുന്നു. ഇത് 2 കപ്പലുകൾ. അതിലൊന്ന് പൂർണ്ണമായും കൃഷിവസ്തുക്കൾ ഉണ്ടായിരുന്ന കപ്പൽ, മറ്റൊന്ന് ഉക്രൈൻ ആവശ്യമായ ഗോതമ്പും സൂര്യകാന്തി എണ്ണയും ഉണ്ടായിരുന്ന കപ്പലിനെ ആക്രമിച്ചതായി പറയുന്നു. ഇത് കൺഫേം ചെയ്തത് ഉക്രൈന്റെ റെസ്റ്റോറേഷൻ മിനിസ്റ്ററായ ഒലെക്സി കുലെബയാണ്. അദ്ദേഹത്തിന്റെ ടെലഗ്രാമിൽ ഇത് പറഞ്ഞു. ആദ്യത്തെ ആക്രമണം ക്രോണോമോസ്ക് എന്ന ഉക്രൈന്റെ ഒഡീസയിൽ നിന്നും സതേൺ പ്രദേശത്തുള്ള ഒരു ചെറിയ തുറമുഖത്ത് നടന്നു. ഈ പ്രദേശത്ത് ഒരു കാർഗോ കപ്പലിനെ ആക്രമിക്കുന്നു. രണ്ടാമത്തെ ആക്രമണം ഒഡീസ പോർട്ടിൽ വെച്ച് വലിയൊരു ടാങ്കർ കപ്പലിന് നേരെ ആക്രമണം നടന്നു. ഈ 2 ആക്രമണം നടത്തിയതും റഷ്യ തന്നെയാണ്. റഷ്യയുടെ ഷാഹിദ് ജെറേനിയൻ വേരിയന്റിലുള്ള ഡ്രോൺസ് ആണ് ഈ ആക്രമണത്തെ കൺഫേം ചെയ്തത്. ഇതിലെ ക്രോണോമോസ് പ്രദേശത്ത് നടന്ന ആക്രമണത്തിൽ ആ കപ്പലിലുണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ, സിറിയയിലുള്ള ജീവനക്കാരൻ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ഇത് കപ്പലിനെ അങ്ങനെ മുക്കിക്കളയുന്ന തരത്തിലുള്ള ഒരു ആക്രമണം ആയിരുന്നില്ല. മുകളിൽ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനെ ആക്രമിച്ചിട്ടുണ്ട്. ആ ഒരു സൈഡിൽ ചിലയിടങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. കൂടാതെ ഒരു കപ്പൽ തീ പിടിച്ചതിന് ശേഷം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ തീ അണച്ചു. ഇപ്പോൾ അത് ഔട്ട് ഓഫ് സർവീസിലാണ്. മറ്റൊരു കപ്പലിന്റെ സ്റ്റേറ്റസ് എന്താണെന്ന് അറിയില്ല. കാഷ്വാലിറ്റീസ് കൗണ്ടിനെ കുറിച്ച് മാത്രമാണ് ഉക്രൈൻ പറഞ്ഞത്. ഇത് തുർക്കി രജിസ്ട്രേഷനിലുള്ള ഒരു കപ്പലാണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഉക്രൈൻ നൽകിയിട്ടില്ല. മോസ്കോ ടൈംസും ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉക്രൈൻ പറഞ്ഞതും പോരാത്തതിന് റെസ്റ്റോറേഷൻ മിനിസ്റ്ററുടെ ഈ ടെലഗ്രാം പോസ്റ്റ് ഇതെല്ലാം ഈ ഒരു ആക്രമണത്തെ കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതിനെ ഒരു റിവെഞ്ച് അറ്റാക്ക് ആണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. റഷ്യയുടെ കപ്പലിനെ അമേരിക്ക പിടിച്ചെടുത്തതിന് പകരം ഇത് ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ, തുർക്കിയുടെ കപ്പലിനെ ആക്രമിക്കുന്നതിലൂടെ റഷ്യക്ക് വലുതായി അവിടെ ഒന്നും നേടാൻ കഴിയില്ല. റഷ്യ കപ്പലിനെ നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് അവർ നടത്തുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ അകത്ത് കൃഷിവസ്തുക്കൾ കൊണ്ടുവരുന്നത് പോലെ ഉക്രൈൻ ആയുധങ്ങൾ കൊണ്ടുവരികയാണ്. ഈ ആയുധങ്ങൾ കാരണം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ കപ്പലുകളെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു എന്നാണ് റഷ്യയുടെ ജസ്റ്റിഫിക്കേഷൻ. എന്നാൽ ഇന്നലെ നടന്ന ഈ ഒരു സ്ട്രൈക്കിൽ സെക്കൻഡറി എക്സ്പ്ലോഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല. മാത്രവുമല്ല, ഇതിനു മുൻപ് റഷ്യ നടത്തിയ ആക്രമണങ്ങളൊക്കെ നോക്കിയാൽ കപ്പൽ മുങ്ങുന്നത്ര വീര്യത്തോടു കൂടി അവർ ആക്രമിക്കും. അങ്ങനെയല്ല, ജസ്റ്റ് ഡ്രോൺ മാത്രം വെച്ച് ആക്രമിച്ചു. കപ്പൽ ഒരല്പ ദിവസത്തേക്ക് റിപ്പയറിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്ന തരത്തിലുള്ള ആക്രമണം മാത്രമേ നടന്നിട്ടുള്ളൂ, അത്ര ഡാമേജ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എമിനേഷൻ ഉണ്ടാകാനോ അല്ലെങ്കിൽ മറ്റ് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകാനോ ഉള്ള സാധ്യതയില്ല. അപ്പോൾ ഒരു ഭാഗത്ത് 6 ലക്ഷത്തിലധികം വീടുകൾ ഗ്യാസ് കണക്ഷൻ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. മറുവശത്ത് ഉക്രൈൻ്റെ ക്രിട്ടിക്കൽ സപ്ലൈ ലൈൻസ് ആയിട്ടുള്ള ഗോതമ്പ്, സൂര്യകാന്തി എണ്ണ ഇങ്ങനെയുള്ള വസ്തുക്കളും റഷ്യ ഇപ്പോൾ ലക്ഷ്യം വെച്ച് ആക്രമിക്കുകയാണ്. ഇതാ ഗവൺമെന്റിനെ ബാധിക്കുന്നതിനേക്കാൾ അവിടെയുള്ള സാധാരണ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കും. ഈ പ്രശ്നങ്ങളൊന്നും പോരാത്തതിന് ട്രംപ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഓഷ്യനിക് മിസൈൽ റഷ്യ ലോഞ്ച് ചെയ്തത് വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് നാറ്റോയ്ക്ക്. നാറ്റോ എന്ന് പറയുന്നതിനേക്കാൾ യൂറോപ്യൻ ബ്ലോക്കിലുള്ള നാറ്റോ രാജ്യങ്ങൾക്ക് വളരെ ക്ലിയർ കട്ടായ ഒരു വാർണിംഗ് ആണ്. പ്രധാനമായും ആരെല്ലാമാണോ ഉക്രൈനുള്ളിലേക്ക് സൈനികരെ അയക്കും എന്ന് പറഞ്ഞത് അവർക്ക്. ഇതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം ഒരു പ്രസ് ബ്രീഫിംഗിൽ ചോദിക്കുന്നു. ഇതിന് ട്രംപ് മറുപടി പറഞ്ഞു. നോക്കുക, പുടിൻ ഭയപ്പെടുന്നത് അമേരിക്കയെ മാത്രമാണ്. എന്നാൽ അമേരിക്കയെ കണ്ട് ഭയപ്പെടുന്ന പുടിൻ യൂറോപ്പിനെ കണ്ട് തീർച്ചയായും ഭയപ്പെടില്ല. യൂറോപ്പ് ഒരുപാടിടങ്ങളിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ റഷ്യ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പട്ടിക ഞങ്ങളുടെ പക്കലുണ്ട്. അതിൽ ഒന്നാണ് ഇന്നലെ നടത്തിയ ഈ മിസൈൽ അറ്റാക്ക്. എങ്ങനെയെങ്കിലും വെസ്റ്റേൺ ഉക്രൈനിൽ യൂറോപ്യൻ ട്രൂപ്പ് ഡെപ്ലോയ്മെന്റിനെ തടയണമെന്നുള്ളതിന് വേണ്ടി ചെയ്യുകയാണ്. പക്ഷേ പുടിനെ പിടിക്കണം എന്നുള്ളൊരു പദ്ധതി ഭാവിയിൽ ഉണ്ടാവുകയില്ല. അതായത് വെനിസുലയ്ക്കുള്ളിലേക്ക് കടന്ന് എങ്ങനെയാണോ മധുരയെ പിടിച്ചെടുത്തത് അതുപോലെ പുടിനെ പിടിച്ചെടുക്കാനുള്ള ഒരു പദ്ധതി ആവശ്യമേ വരില്ല എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഐഡിയയും ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. ഇവിടെ എനിക്ക് വരുന്നൊരു ചോദ്യം, അദ്ദേഹത്തോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള മറുപടി നൽകാൻ തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. നിങ്ങൾ പുടിനെ പിടിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം ഇങ്ങനെയുള്ള മറുപടി പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്കങ്ങനെ ഈസിയായി മാറ്റി നിർത്താൻ സാധിക്കില്ല. ഇദ്ദേഹത്തിന് അങ്ങനെ എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഒരു രാജ്യത്തിന്റെ നേതാവ്, അതും ശത്രു രാജ്യത്തിന്റെ നേതാവിനെ നോക്കി ഇങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്നു. ഇത് ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് തീർച്ചയായും വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഇതേയിടത്ത് റഷ്യൻ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു എന്ന് ചിന്തിക്കുക. അപ്പോൾ യൂറോപ്പിലെ എല്ലാ നേതാക്കന്മാരും ഇവിടെ അപലപനം അറിയിച്ചിട്ടുണ്ടാകും. എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭരണത്തിന് വരുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. ഉള്ളതിൽ തന്നെ വളരെ മോശമായ ഒരു വ്യക്തിയാണ്. എപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത് അദ്ദേഹത്തിന് പോലും അറിയില്ല, അദ്ദേഹത്തിന് ചുറ്റുമുള്ള വ്യക്തികൾക്കും അറിയില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തി
ലോകത്തിലെ വളരെ ശക്തമായ സൈന്യമുള്ള ഒരു രാജ്യം, ലോകത്തിലെ രണ്ടാമത്തെ ന്യൂക്ലിയർ സ്റ്റോക്ക് ഉള്ള ഒരു രാജ്യം, ഇതെല്ലാം അവരുടെ പക്കലുണ്ട്. അപ്പോൾ പുട്ടിനെ കണ്ടുപോലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ മനുഷ്യനെ കണ്ട് ഭയന്നേ മതിയാവുകയുള്ളൂ. കാരണം ഇദ്ദേഹം ഏത് സമയം എന്ത് ചെയ്യുമെന്നുള്ളത് അവർക്കും അറിയില്ല, കൂടെയുള്ളവർക്കും അറിയില്ല. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളൊരു പദ്ധതി, ഐഡിയ അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന് ചിന്തിക്കുക. അത് അമേരിക്കയെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ? റഷ്യയ്ക്കുള്ളിലെ സെക്യൂരിറ്റി ഫോഴ്സസ് ഇതിനെ എങ്ങനെയെല്ലാം തടയും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. തീർച്ചയായും ഒരു വീഡിയോ ചെയ്യാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.